Good morning all. Welcome to Dakshina Learnings. Dakshina Learningsന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ മെഡിക്കൽ ഓക്സിജൻ ആക്സസ് ഗ്യാപ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മസ്റ്റ് ബ്രിഡ്ജ്. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് സൗത്ത് ഏഷ്യയിലുള്ള മെഡിക്കൽ ഓക്സിജന്റെ ലഭ്യതക്കുറവിനെ കുറിച്ച് അത് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ആ ഒരു എക്കോണമിയിലായാലും ആ ജനങ്ങൾക്കിടയിലായാലും ഉണ്ടാക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ആൻഡ് നെക്സ്റ്റ് ഇൻട്രോസ്പെക്ടിങ് കൗണ്ടർ ടെററിസം ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ. അതായത് ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ്, അതിനൊക്കെ തന്നെ പഹൽഗാം അറ്റാക്ക് ഇന്ത്യൻ ലാൻഡ്സ്കേപ്പിനെ എത്രത്തോളം ചേഞ്ച് ചെയ്തു എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. നെക്സ്റ്റ് പെർമനന്റ് ഡാമേജ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറ്റാക്ക് ഓൺ ഹാർവാർഡ് വിൽ ഹാവ് ലോങ് ടേം ഇമ്പാക്ട്. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ടാക്സേഷനിലായാലും എക്കോണമിയിലായാലും എഡ്യൂക്കേഷൻ സെക്ടറിലായാലും എത്രത്തോളം ഡാമേജ് ക്രിയേറ്റ് ചെയ്തു എന്ന് വളരെ ഡെപ്തിലി അനലൈസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ആൻഡ് നെക്സ്റ്റ് ബാംഗ്ലൂരു അണ്ടർ വാട്ടർ യെറ്റ് അഗൈൻ. അതായത് മൺസൂണിന്റെ എൻട്രിയോട് കൂടി വെസ്റ്റേൺ കോസ്റ്റിലേക്കുള്ള മൺസൂണിന്റെ എൻട്രി ബാംഗ്ലൂർ സിറ്റിയിൽ വളരെയധികം ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ദെൻ UK ചാഗോസ് ഐലൻഡ് ഡീൽ വിത്ത് മൗറീഷ്യസ് റിസ്ക് എൻട്രൻച്ചിങ് എക്സേലോ സം ഐലൻഡേഴ്സ്. അതായത് UK ചാഗോസ് ഐലൻഡിനെ കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. സോ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ന്യൂസ്, എ മെഡിക്കൽ ഓക്സിജൻ ആക്സസ് ഗ്യാപ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മസ്റ്റ് ബ്രിഡ്ജ്. സോ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഈ ഒരു ഓക്സിജൻ ലഭ്യതക്കുറവ് കാരണം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മെഡിക്കൽ ഓക്സിജൻ എന്ന് പറയുമ്പോൾ വളരെയധികം ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ വളരെയധികം കോംപ്ലക്സ് ആയ ഒന്നാണ്. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ഫോർ അസ്. സോ അതിന്റെ മെയിൻ ചലഞ്ചസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ്. അതായത് സെൻട്രലൈസ്ഡ് ഓക്സിജൻ പ്ലാന്റ്സ് ആൻഡ് സിലിണ്ടർ ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം കുറവാണ്. അതിനൊക്കെ സപ്ലൈ ചെയിൻ ഇഷ്യൂസും വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് ഇൻകൺസിസ്റ്റന്റ് ഡെലിവറി, റീഫില്ലിംഗ് സർവീസുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ ഗ്യാപ്പ്, അതായത് ഓക്സിജന്റെ ഡിമാൻഡും സപ്ലൈയും മീറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ പ്രൊഡക്ഷൻ ആയാലും ഒന്നും തന്നെ നമുക്കില്ല. സോ ഈ ഒരു സിനാരിയോ സൗത്ത് ഏഷ്യയിലായാലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായാലും ഒക്കെ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സോ ഇത് ടാക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന മേജർ ഇനിഷ്യേറ്റീവ്സും റെക്കമെൻഡേഷൻസും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, WHO യൂണിസെഫ് കോൾ ടു ആക്ഷൻ. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓക്സിജൻ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് WHO അതിനൊക്കെ തന്നെ യൂണിസെഫും ഈ ഒരു ആക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ അവരുടെ പ്രപ്പോസ്ഡ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിജൻ പ്ലാന്റിലും അതേ കണക്ക് തന്നെ കോൺസെൻട്രേറ്റേഴ്സിലും ഒക്കെ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. അതേ കണക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് വളരെയധികം നല്ല രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു ബെറ്റർ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അതേ കണക്ക് തന്നെ പ്രൈമറി ഹെൽത്ത് സിസ്റ്റത്തിൽ തന്നെ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്തതുകൊണ്ട് വളരെയധികം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓക്സിജൻ സിസ്റ്റത്തിലേക്ക് മാറാനുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ചലഞ്ചസ് ഇൻ ഹെൽത്ത് അത് ഗവേണൻസിന്റെ പാർട്ടിൽ ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വളരെയധികം ഫ്രാഗ്മെന്റഡ് സ്റ്റേറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേ കണക്കിന് പ്രൈമറി കെയറിൽ വളരെയധികം അണ്ടർ ഫണ്ടഡ് ആയിട്ടാണ് നമ്മൾ ഈ സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ മുന്നോട്ട് പോണത്. സോ ആ ഒരു ചലഞ്ചിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം. അതായത് ഓക്സിജൻ എക്കോസിസ്റ്റത്തിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിന്റെ കേസിലായാലും കോൺസെൻട്രേറ്റേഴ്സിന്റെ കേസിലായാലും സിലിണ്ടേഴ്സിന്റെ ആയാലും ഒക്കെ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് അതിന്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതേ കണക്ക് തന്നെ ഇന്ത്യ ഇതിലൊരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2021 കൊറോണ ടൈം, ആ ഒരു ക്രൈസിസിന്റെ ടൈമിൽ PM CARES ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വളരെയധികം ഓക്സിജന്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു. സോ ആ ഒരു രീതിയിലൂടെ നമ്മൾ ഈ പറയുന്ന ഒരു ഓക്സിജൻ ക്രൈസിസ് നമ്മൾ ടാക്കിൾ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ വേ ഫോർവേഡ് ഏതൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഓക്സിജൻ ഇൻ പബ്ലിക് ഹെൽത്ത് പോളിസി ആസ് എൻ എസെൻഷ്യൽ മെഡിസിൻ. കാരണം ഓക്സിജൻ വളരെയധികം ലൈഫ് സേവിംഗ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. സോ ഒരു പബ്ലിക് ഹെൽത്ത് പോളിസിയിലേക്ക് ഓക്സിജൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് സ്ട്രെങ്തൻ സപ്ലൈ ചെയിൻസ്, ലോക്കൽ പ്രൊഡക്ഷൻ ഓക്സിജന്റെ കേസിൽ വളരെയധികം കൂട്ടുക എന്നുള്ളതും മറ്റൊരു മെത്തേഡാണ്. ആൻഡ് പ്രൊമോട്ട് ക്രോസ് ബോർഡർ കോപ്പറേഷൻ. ഇന്ത്യ ക്യാൻ പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട്, ട്രെയിനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എയ്ഡ് ടു ആസിയൻ പാർട്ട്നേഴ്സ്. ആസിയാൻ അല്ലെങ്കിൽ ബിംസ്റ്റെക് അങ്ങനെയുള്ള റീജിയണൽ കോപ്പറേഷൻ കൺട്രീസിന്റെ ഹെൽപ്പോട് കൂടി ഓക്സിജന്റെ സപ്ലൈ ആയാലും അതിന്റെ പ്രൊഡക്ഷൻ ആയാലും വളരെയധികം കൂട്ടുക എന്നുള്ളത് മറ്റൊരു മെത്തേഡാണ്. സോ ഈ ഒരു ടോപ്പിക്ക് GS2 വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്.
സോ GS2 ആസ്പെക്റ്റില് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇൻട്രോസ്പെക്ടിങ് കൗണ്ടർ ടെററിസം ആഫ്റ്റർ ഓപ്പറേഷൻ സിന്ദൂർ. അതായത് ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ്, അതേപോലെ തന്നെ പഹൽഗാം അറ്റാക്ക്, ആ ഒരു എൻ്റെ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും എൻ്റെ ലാൻഡ്സ്കേപ്പിനെ തന്നെ മൊത്തത്തിൽ ചേഞ്ച് വരുത്തിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അതിനെ കുറിച്ച് വളരെ ഡീപ്ലി അനാലിസിസ് നടത്തുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. സോ ഓപ്പറേഷൻ സിന്ദൂർ മെയ് 2025 ഇന്ത്യയുടെ ഓൺഗോയിങ് കൗണ്ടർ ടെററിസം ചലഞ്ചസിനെ പ്രതിരോധിക്കാനായിട്ട്, റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. സോ ഇത് ബോത്ത് ഓപ്പറേഷണൽ സക്സസ് ആൻഡ് ഏരിയാസ് ഓഫ് കൺസേൺ ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ജമ്മു കാശ്മീരിന്റെ ആ ഒരു ടോട്ടൽ സെക്യൂരിറ്റിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. സോ സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവിടെ പറയുന്നത് ജമ്മു കാശ്മീരിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോസ് ബോർഡർ ടെററിസം ഇഷ്യൂസ് ആണ് അവിടെ കാണിക്കുന്നത്. സോ ഇതിൽ നിന്ന് ഉള്ള ഓപ്പറേഷണൽ ലേണിംഗ്സ്, അതായത് കോർഡിനേഷൻ സക്സസ് നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വളരെയധികം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നായാലും ജമ്മു കാശ്മീർ പോലീസിന്റെ കേസിൽ നിന്നായാലും അതെനിക്ക് ഇന്റലിജൻസ് ഏജൻസിയുടെയൊക്കെ മൊത്തത്തിൽ ഒരു വളരെയധികം കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗവേണൻസ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ഡയമെൻഷൻസിലും കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു ആർട്ടിക്കിൾ 370 അബ്രഗേഷനോട് കൂടി ജമ്മു കാശ്മീർ റീജിയനിലേക്ക് വളരെയധികം ടൂറിസം സർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് അവരുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം വർദ്ധിപ്പിച്ചു. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ടോട്ടലി മാറി അത്രയും ഒരു പ്രോഗ്രസ് സ്റ്റേറ്റിലേക്ക് ജമ്മു കാശ്മീർ റീജിയൻ മാറിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇൻകം വരാൻ തുടങ്ങി, അതെനിക്ക് തന്നെ അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻസ് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തന്നെ ജമ്മു കാശ്മീർ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അത് ആ ഒരു റാഡിക്കലൈസേഷന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നായാലും അതേപോലെ തന്നെ മറ്റുള്ള വിഘടനവാദികളുടെ ഭാഗത്തു നിന്നായാലും ഉള്ള ആ ഒരു റാഡിക്കലൈസേഷൻ ഇന്ത്യക്ക് പ്രോപ്പർ ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിച്ചതും വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ ഡിപ്ലോമസി ആൻഡ് പ്രഷർ. കാരണം സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഡോസിയേഴ്സ് ആൻഡ് FATF പ്രഷർ ഓൺ പാകിസ്ഥാൻ. പാകിസ്ഥാൻ 2022 FATFന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നത്. കാരണം ആ ഒരു ടൈമിൽ അവരുടെ ആന്റി മണി ലോണ്ടറിങ് ആയാലും ക്രോസ് ബോർഡർ ടെററിസം ആ ഒരു കാര്യങ്ങളൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള രീതികളൊക്കെ അവർ കുറച്ചും കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒരു ബെറ്റർ മൂവ്മെന്റ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും പാകിസ്ഥാനെ FATFന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് ആഡപ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇന്ത്യ തുടങ്ങിയതും ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമസി കേസിൽ നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സോ പോളിസി റെക്കമെൻഡേഷൻ, എൻഹാൻസ് കൗണ്ടർ ടെറർ ഗ്രിഡ് വിത്ത് ടെക്നോളജി, ട്രെയിനിങ് ആൻഡ് ഇന്റർ ഏജൻസി ഡേറ്റ ഷെയറിംഗ്. സോ ഇന്ത്യയുടെ കൗണ്ടർ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നാറ്റ് ഗ്രിഡ്, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ്. അതായത് കൗണ്ടർ ടെറർ ഓപ്പറേഷനുള്ള ഡേറ്റാബേസുകൾക്ക് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നാറ്റ് ഗ്രിഡിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതായത് ടെറർ റിലേറ്റഡ് കേസുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന NIA ആണ്. ദെൻ MAC, മൾട്ടി ഏജൻസി സെന്റർ അണ്ടർ IB ഫോർ ഇന്റലിജൻസ് കോർഡിനേഷൻ. IBയുടെ അണ്ടറിലുള്ള ഇന്റലിജൻസ് കോർഡിനേഷൻ ആണ് MAC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ UAPA 1967, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും അതേപോലെ തന്നെ അത് പ്രോത്സാഹിപ്പിക്കുന്ന ഇൻഡിവിജ്വൽസിനെയും ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നിയമമാണ് ഈ പറഞ്ഞ UAPA 1967. സോ ഇന്ത്യയുടെ കൗണ്ടർ ടെറർ അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോക്ട്രിൻ ഓഫ് ആക്റ്റീവ് ഡിഫൻസ്, അതായത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ എനിമി പ്രതീക്ഷിക്കാത്ത ടൈമിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള രീതിയിൽ അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് ആക്റ്റീവ് ഡിഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബാലക്കോട്ട് സ്ട്രൈക്ക് 2019 അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. നമ്മുടെ മറ്റൊരു കൺട്രിയിൽ പോയി ആക്രമിച്ച് തിരിച്ചു വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ആ ഒരു രാജ്യം പോലും അറിയാത്തുള്ള രീതിയിൽ അത്രയും സർപ്രൈസിംഗ് ആയിട്ട് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് അത് ഒരു ഡോക്ട്രിൻ ഓഫ് ആക്റ്റീവ് ഡിഫൻസിന് എക്സാമ്പിൾ ആണ്. ദെൻ ഡ്രോൺസ് ആൻഡ് ടെക്നോളജിക്കൽ സർവൈലൻസ്. അതായത് നമ്മൾ ഇത്തവണത്തെ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെയധികം രീതിയിൽ നമ്മൾ ഡ്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ യൂസ് ഓഫ് AI ആൻഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ. കാരണം ഈ മിസ്ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഫാക്ച്വൽസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ബോർഡറിലായാലും കോൺഫ്ലിക്റ്റ് ഏരിയാസിലും ഒക്കെ AIയുടെയും ഫേഷ്യൽ റെക്കഗ്നേഷന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ടായിരുന്നു. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈബ്രിഡ് മിലിറ്റൻസി. അതായത് ലോക്കൽസിനെ യൂസ് ചെയ്യുക. അതായത് മുമ്പ് ഒരു പ്രയർ റെക്കോർഡ്സും ഇല്ലാത്ത ലോക്കൽസിനെ യൂസ് ചെയ്ത് ടെറർ ആക്ട്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്ന ഹൈബ്രിഡ് മിലിറ്റൻസി എന്ന് പറയുന്നത്. ദെൻ ഡീപ് സ്റ്റേറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്
റെഫറൻസ് ടു പാകിസ്ഥാൻ ആർമി ഓർ ISI's കൺവേർട്ട് സപ്പോർട്ട് ടു ടെറർ ഗ്രൂപ്പ്. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം തന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഫണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിന് മാറുമ്പോഴാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുക. Then radicalization, online or offline process of pushing youth towards extremism. ഈ സോഷ്യൽ മീഡിയ പ്രൊപ്പഗൻഡാസ് ഒക്കെ വഴി യൂത്തിനെ ഈ ഒരു ടെററിസത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനാണ് നമ്മൾ റാഡിക്കലൈസേഷൻ എന്ന് പറയുക. ദെൻ FATF ഗ്രേ ലിസ്റ്റ്, അതായത് ടെറർ ഫൈനാൻസിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ രാജ്യങ്ങൾ ഏർപ്പെടുമ്പോൾ അവരെ ഒരു ഗ്രേ ലിസ്റ്റിലേക്ക് FATF മാറ്റാറുണ്ട്. സോ ഇന്ത്യ നിലവിൽ പാകിസ്ഥാനെതിരെ ആ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോ മെയിൻസിന്റെ സിലബസിൽ നോക്കുമ്പോൾ GS2 ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. IRന്റെ പെർസ്പെക്റ്റീവിലായാലും ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പെർസ്പെക്റ്റീവിലായാലും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു തീമാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ. നെക്സ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. പെർമനന്റ് ഡാമേജ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറ്റാക്ക് ഓൺ ഹാർവാർഡ് വിൽ ഹാവ് ലോങ് ടൈം ഇമ്പാക്ട്. അതായത് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചുകൾ എത്രത്തോളം എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾ ഉള്ളത്. The article references the Trump-era illegal challenges to Harvard University's affirmative action policy, particularly race-conscious admissions. So, US-ന്റെ സുപ്രീം കോർട്ട് 2023 ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നു. അതായത് റേസ് ബേസ്ഡ് ആയിട്ടുള്ള അഫർമേറ്റീവ് ആക്ഷൻസ് ആ ഒരു ഡിസിഷൻസ് കോളേജ് അഡ്മിഷൻ കേസിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യണമെന്നുള്ള ഒരു US-ന്റെ സുപ്രീം കോർട്ട് വെർഡിക്റ്റ് ഉണ്ടായിരുന്നു. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. സോ ഫസ്റ്റ് വൺ, അഫർമേറ്റീവ് ആക്ഷൻ. അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് അവർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഈ പറയുന്ന അഫർമേറ്റീവ് ആക്ഷൻ ഉള്ളത്. ദെൻ ഈക്വൽ പ്രൊട്ടക്ഷൻ ക്ലോസ്, US-ന്റെ ഈക്വൽ പ്രൊട്ടക്ഷൻ ക്ലോസ് 14th അമെൻഡ്മെന്റ് പ്രകാരമായിരുന്നു. സോ അതായത് ഇത് റേസ് കോൺഷ്യസ് ആയിട്ടുള്ള അഡ്മിഷൻസിന് ആർഗ്യൂ ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന ഈക്വൽ പ്രൊട്ടക്ഷൻ ക്ലോസ് വന്നിട്ടുള്ളത്. സോ ഇന്ത്യക്കും ഇതിന് ആനുപാതികമായിട്ട് നമ്മൾ റിസർവേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഹിസ്റ്റോറിക്കലി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് നമ്മൾ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പ്രകാരം ആർട്ടിക്കിൾ 15 ക്ലോസ് 4, 16 ക്ലോസ് 46 പ്രകാരം ഇന്ത്യയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ജുഡീഷ്യൽ അസോൾട്ട് ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻ, അതിനൊക്കെ ഹയർ എഡ്യൂക്കേഷനിൽ എത്രത്തോളം ഡൈവേഴ്സിറ്റി കൊണ്ടുവരണം, അതിന്റെ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും അതിന്റെ ഇമ്പാക്ട്സ് എത്രത്തോളമാണ്, അതിനൊക്കെ ഗ്ലോബലി അതിന്റെ എഫക്ട്സ് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ മെയിൻസിന്റെ ആസ്പെക്റ്റിൽ വളരെയധികം റെലവെന്റ് ആണ്. സോ അതിനൊക്കെ ഇന്ത്യയുടെ കേസിൽ മെറിറ്റ് വേഴ്സസ് സോഷ്യൽ ജസ്റ്റിസ് ഡിബേറ്റ് ഇപ്പോഴും ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. റിസർവേഷൻ കാസ്റ്റ് ബേസ്ഡ് ആണോ എക്കണോമിക് റിസർവേഷൻ ആണോ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഇന്ത്യയിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ പോളിസി മേക്കിങ്ങിൽ ജുഡീഷ്യറിയുടെ റോൾ എത്രത്തോളമാണ്, അതൊരു ജുഡീഷ്യൽ ആക്ടിവിസം രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണോമി. ഇതെല്ലാം ഇന്ത്യയുടെ കേസിലും വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമ്മൾ മെയിൻസിന്റെ സിലബസ് നോക്കുമ്പോൾ GS2 അതിനൊക്കെ GS1 essay പേപ്പറിലും ഒക്കെ ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ന്യൂസ്, ബംഗളൂരു അണ്ടർ വാട്ടർ എറ്റ് അഗെയിൻ. അതായത് മൺസൂൺ ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വെസ്റ്റേൺ കോസ്റ്റിലേക്ക് മൺസൂണിന്റെ എൻട്രി സംഭവിച്ചിട്ടുണ്ട്. സോ ആ ഒരു മൺസൂൺ ബാംഗ്ലൂർ സിറ്റിയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ ആ അർബൻ പ്ലാനിങ് തന്നെ വളരെയധികം ചലഞ്ചസ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഈ മൺസൂണിന്റെ എൻട്രി സംഭവിച്ചിട്ടുള്ളത്. സോ ഈ ഒരു മൺസൂൺ കാരണം സിവിയർ വാട്ടർ ലോഗിങ് ബാംഗ്ലൂർ സിറ്റിയിൽ ഉടനീളം സംഭവിക്കാറുണ്ട്. എല്ലാ വർഷവും ഒരേ രീതിയിൽ തന്നെ ഈ ഒരു വാട്ടർ ചലഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലഡ് ചലഞ്ച് ബാംഗ്ലൂർ സിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിക്കറിംഗ് ഫ്ലഡിങ് ഡെയിലി ലൈഫിനായാലും അതിനൊക്കെ ട്രാഫിക് ഇഷ്യൂസ് ആയാലും സിറ്റിയുടെ മൊത്തത്തിൽ തന്നെയുള്ള കാര്യങ്ങളെ വളരെ പ്രതികൂലമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഇതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അർബൻ ഫ്ലഡിങ്. അതായത് അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബൻ എക്സ്പാൻഷൻ കാരണം സിറ്റികളിൽ മൊത്തം ഫ്ലഡ് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക. അതായത് വെറ്റ്ലാൻഡിലേക്ക് വളരെയധികം നമ്മൾ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക, അത് എൻക്രോച്ച് ചെയ്ത് അതിലേക്ക് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നു. അതെനിക്ക് ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അർബൻ ഫ്ലഡിങ്ങിന് വളരെയധികം സാഹചര്യങ്ങൾ ഒരുക്കാറുണ്ട്. ദെൻ സ്റ്റോം വാട്ടർ ഡ്രെയിൻ നെറ്റ്വർക്ക്, SWD നെറ്റ്വർക്ക്. അതായത് ബാംഗ്ലൂർ സിറ്റിയിലെ SWD നെറ്റ്വർക്ക് വളരെയധികം കുറവാണ്. ഇത് വാട്ടർ ലോഗിംഗ് സിറ്റുവേഷനിലേക്ക് എത്തുന്നു. അതേനൊക്കെ തന്നെ വളരെയധികം എൻക്രോച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തന്നെ നടത്തിയിട്ടുള്ളത്. അതേപോലെ എൻക്രോച്ച്മെന്റ് ഇൻ ലേക്ക് ബെഡ്സ്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ 250 ലേക്സോളം ബാംഗ്ലൂർ സിറ്റിയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം എൻക്രോച്ച് ചെയ്ത് അവിടേക്ക് പുതിയ ബിൽഡിങ്സും അതേനൊക്കെ തന്നെ പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം അർബൻ ഫ്ലഡിങ് വളരെയധികം
അർബൻ ഫ്ലഡിങ്ങിന് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ വൾനറബിലിറ്റി അലർട്സ് ഓഫ് ഇന്ത്യ ബൈ BMTPC, അതായത് അതിനകത്ത് അർബൻ ഫ്ലഡിംഗ് സോൺസ് ഏതൊക്കെയാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അർബൻ ഫ്ലഡിങ്ങിന് ചാൻസ് ഉള്ള സിറ്റീസ് എന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ സിറ്റികളിലെയൊക്കെ പ്രോപ്പർ ആയിട്ട് അതിന്റെ റീസൺസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അർബൻ ഫ്ലഡിംഗ് സോൺസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ സ്മാർട്ട് സിറ്റീസ് മിഷൻ, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള അർബൻ വാട്ടർ മാനേജ്മെന്റ് ഗോൾസ് എങ്ങനെ ആയിരിക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു ഈ പറയുന്ന സ്മാർട്ട് സിറ്റി മിഷൻ. ദെൻ അമൃത്, അഡൽട്ട് മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരുന്നു ഈ പറയുന്ന അമൃത് സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അർബൻ ലോക്കൽ ബോഡീസ്, അതായത് വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, സോളിഡ് വേസ്റ്റ്, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണലി പറയുമ്പോൾ 12th സ്കെഡ്യൂളിൽ വരുന്നതാണ്. അത് അർബൻ ലോക്കൽ ബോഡീസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അൺപ്ലാൻഡ് അർബനൈസേഷൻ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനൊക്കെ നാച്ചുറൽ ബഫേഴ്സിന്റെ ലോസ്, കാരണം ഗ്രീൻ സ്പേസ് ഒന്നും ഇപ്പൊ സിറ്റിയിൽ തന്നെ കൂടുതലും കാണാറില്ല. ആ ഒരു ഗ്രീൻ സ്പേസ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ അർബൻ ഫ്ലഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനങ്ങനെ ക്ലൈമറ്റ് ലിങ്ക്ഡ് ഇന്റൻസിറ്റി, ക്ലൈമറ്റിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലുവർ, ഈ പറയുന്ന അർബൻ ലോക്കൽ ബോഡീസ് ആയാലും ഗവൺമെന്റിന്റെ ആയാലും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ വന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ടോപ്പിക് GS 1-ലും GS 3-ലും വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ ലാസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. UK ചാഗോസ് ഐലൻഡ് ഡീൽസ് വിത്ത് മൗറീഷ്യസ് റിസ്ക് എൻട്രെൻച്ചിങ് എക്സൈൽ ഓഫ് സം ഐലൻഡേഴ്സ്, അതായത് റീസെന്റ് ആയിട്ടുള്ള UK മൗറീഷ്യസ് എഗ്രിമെന്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചാവോസ് ഐലൻഡിന്റെ സോവറിനിറ്റി ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതില് മേജർ ഇഷ്യൂ എന്ന് തന്നെ പറയുന്നത് ചാഗോസിയൻസിൽ മെനി ഫീൽ മാർജിനലൈസ്ഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. They are not consulted during negotiations leading to accusation of betrayal and colonial injustice. ആ ഒരു എഗ്രിമെന്റ് പുറത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ചാവോസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു മുന്നേ ഇവര്. അതേനൊക്കെ തന്നെ US-ന്റെ ഒരു പ്രധാനപ്പെട്ട മിലിറ്ററി ബേസും ഈ പറയുന്ന ചാവോസ് ഐലൻഡിൽ ഉണ്ട്. സോ മൗറീഷ്യസ് ഈ ഒരു ഐലൻഡിന്റെ മേലില് പലപ്പോഴും സോവറിനിറ്റി ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 UK അവരുടെ അഡ്മിനിസ്ട്രേഷൻ, ചാവോസ് ഐലൻഡിന്റെ മേലുള്ള അഡ്മിനിസ്ട്രേഷൻ എൻഡ് ചെയ്തിട്ട് മൗറീഷ്യസിന് അവരുടെ ആ ഒരു സോവറിനിറ്റി ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സുകളൊക്കെ ആ ഒരു പ്രൊസീജിയർ ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സോ 2019 തന്നെ ചാവോസിന്റെ റിട്ടേൺ മൗറീഷ്യസ് ആ ഒരു സോവറിനിറ്റി റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് ഉണ്ടായ 1960s-ലും 70s-ലും ഒക്കെ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഐലൻഡേഴ്സ് അവിടുന്ന് നാട് വിട്ടുപോയി വേറെ പല ദേശങ്ങളിലും ഒക്കെ സെറ്റിൽ ആവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ ടെറിട്ടോറിയൽ ലെഗസീസ്, UK പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം, മൗറീഷ്യസിന്റെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ആ ഒരു ഐലൻഡിന്റെ മേലുള്ള സോവറിനിറ്റി ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. 1968 വരെ ആ ഒരു കാലഘട്ടങ്ങൾ മൊത്തം ആ ഒരു സോവറിനിറ്റി അവർ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡീകൊളോണൈസേഷൻ നോംസിന് വയലേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു. അതേനൊക്കെ തന്നെ UN ചാർട്ടറിന്റെ ആയാലും സെൽഫ് ഡിറ്റർമിനേഷന്റെ ആയാലും ഒക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മിലിറ്ററി ബേസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ചാഗോസിയൻസ് അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇന്റർനാഷണൽ സിമ്പത്തി ആൻഡ് ലീഗൽ ഫൈൻഡിങ്സ്, അതായത് അവരുടെ ഒരു റൈറ്റ് ടു റിട്ടേൺ ഡിനേ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളരെയധികം രൂക്ഷമായിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണ് നമുക്ക് നോക്കാം. ഡീഗോ ഗാർഷ്യ, അതായത് US-ന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മിലിറ്ററി ഔട്ട് പോസ്റ്റ് ആണ് ഇന്ത്യൻ ഓഷനിലുള്ളത്. സോ ആ ഒരു മിലിറ്ററി ഔട്ട് പോസ്റ്റ് ഗ്ലോബലി തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അത് ഈ പറയുന്ന ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇൻഡോ പസഫിക്കിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരെയധികം പ്രശ്നങ്ങൾ ഗ്ലോബലി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഇതിന് മേലെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ പ്രകാരം തന്നെ UK-യുടെ വിഡ്രോവൽ അത് ലീഗലി ബൈൻഡിങ് അല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തുള്ള ലേറ്റസ്റ്റ് ഡീൽ ടോക്കുകളൊക്കെ UK-യും മൗറീഷ്യസും ആയിട്ടുള്ള ആ ഒരു ടോക്കിലൊന്നും ഈ പറയുന്ന ചാഗോസിയൻസ്, ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ചാഗോസിയൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സോ ഈ ഒരു സോവറിനിറ്റി ട്രാൻസ്ഫർ എത്രത്തോളം അവരെ ബാധിക്കും എന്നുള്ളത്, അവരുടെ ഹ്യൂമൻ റൈറ്റ്സിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.
സോ സിലബസ് നോക്കുമ്പോൾ GS2-ലും അതിനൊക്കെ GS1-ലും GS4-ലും ഒക്കെ ഇതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു തീമാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് IR-ന്റെയും ഇന്റേണൽ സെക്യൂരിറ്റിയുടെയും അതേനൊക്കെ തന്നെ ഗവേണൻസിന്റെയും തലത്തിലൊക്കെ ഉള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് ഇന്ന് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.